ഇന്ന് തേങ്ങ അരച്ച മാങ്ങ ഇട്ട മീൻകറിയാണ് വെക്കുന്നത്. അതിനായി 1/2 കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, മാങ്ങ, അരയ്ക്കാനായി തേങ്ങയും എടുത്തിട്ടുണ്ട്. ഈ തേങ്ങയിലേക്ക് ചെറിയ ഉള്ളിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഇനി ഒരു ചട്ടിയിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, പിന്നെ നമ്മളിപ്പോൾ അരച്ച് വെച്ച തേങ്ങ, ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് തിളയ്ക്കാനായി ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഗ്രേവി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നെയ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീൻ ഇട്ടതിന് ശേഷം മീൻ നല്ലപോലെ ചാറിൽ മുങ്ങിക്കിടക്കണം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അതിനായി ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം. ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കുകയും കൂടി ചെയ്യണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. മീൻകറി റെഡിയായി. ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കടുക് വറക്കാനായി എണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക് ഇട്ടു. പൊട്ടിത്തുടങ്ങിയപ്പോൾ ഇത്തിരി ഉലുവ കൂടി ഇട്ടു. 2 വെളുത്തുള്ളി, ചെറിയ ഉള്ളിയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ കറിവേപ്പില കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഇത്തിരി ഇട്ടുള്ളൂ. നിങ്ങൾ കുറച്ച് കൂടുതലിടാൻ ഒരു 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇനി ഇത് മീൻകറിയിലേക്ക് താളിക്കാം. 2 മിനിറ്റ് മൂടി വെച്ച് ചുറ്റിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. തേങ്ങ അരച്ച മാങ്ങ ഇട്ട നെയ്മീൻ കറി റെഡി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം.